ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ആണുങ്ങളെ വളരെയധികം ഡിസ്ട്രസ് ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അവരുടെ സോഷ്യൽ സിനാരിയോസിൽ വരെ അവർക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസും കാര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമാണ്. മാൻ ബൂബ്സ് അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ ചെസ്റ്റ് വളർച്ച ആണുങ്ങൾക്ക് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അവർക്ക് ഒരു ജിമ്മിൽ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു അമ്പലത്തിൽ പോകാനായിട്ട് ഷർട്ട് അഴിക്കാനായിട്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സിനാരിയോകളിൽ തന്നെ അവർക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുള്ള കളിയാക്കലുകൾ, അവരെല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞിട്ടുള്ളൊരു പ്രകൃതമാണ്. ഒപ്പിയിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ചില ആൾക്കാർ അവരുടെ പോസ്റ്റർ തന്നെ മാറിയിട്ട് അവർ കൂനിയിട്ടാണ് വരാറുള്ളത്. ഇങ്ങനത്തെ ഉള്ള ഒരൊറ്റ ഇഷ്യൂവും കാര്യങ്ങളും ഇങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പല ആൾക്കാരും വരുന്ന ഡോക്ടർ ഇങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കൊണ്ടാണ് വരാറുള്ളത്. എൻ്റെ ഇത്രയും വർഷം എൻ്റെ യൗവനവും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ഭയങ്കരമായിട്ട് കൊണ്ടുനടന്നിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് പണ്ടുണ്ടായിരുന്നു അറിഞ്ഞെങ്കിൽ ഞാൻ അന്നേ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ടാണ് അവർ വരാറുള്ളത്. സിംഗിൾ ഡേയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. കീ ഹോളായിട്ട് അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, പുറത്ത് സ്കാറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗൈനക്കോമാസ്റ്റിയ സർജറി. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് തന്നെയായിട്ട് അത് പെർഫോം ചെയ്യിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സർജറി ഈസ് ദ ബെസ്റ്റ് സർജറി. അതിൻ്റെ റിസൾട്ട് വേറെ ഒന്നിനും കിട്ടത്തില്ല. ആദ്യമായിട്ട് ചെയ്യുന്നത് അത് ഹൈ ഡെഫിനിഷനായിട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ നോർമൽ ലൈപ്പോസിഷനായിട്ട് ചെയ്യുന്നോ എല്ലാം ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ കൂടെ ഇതിന് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കേണ്ട ഡിസിഷനാണ്.